ഈ സംഭവത്തിൽ തന്നെ ഇപ്പോ അന്ന് വീഡിയോ ഇട്ടപ്പോ തന്നെയും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, ഞാൻ മാത്രമല്ല ഉണ്ണിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. വല്ലാതെ ഒരു ഭയന്ന് ഒരു പ്രത്യേക രീതിയിലായിരുന്നു താങ്കൾ ആ വീഡിയോ പ്രസന്റ് ചെയ്തത്. അതെ. അത് മാത്രമല്ല താങ്കൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, വല്ലാത്ത ഭയമുണ്ട് ആ രീതിയിൽ ഉം. താങ്കൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഉം. നമുക്ക് ഇതേ കാര്യത്തിൽ തന്നെ ഉണ്ണിയുടെ ഈ വിഷയത്തിനോട് പ്രതികരിച്ച് സീക്രട്ട് ഏജന്റ് ആണെങ്കിലും ഒക്കെ തന്നെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോ അവരാണെങ്കിൽ തന്നെയും ഇത്തരം ഒരു കാര്യത്തെ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും ഭീഷണിയുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാം, നമുക്ക് എന്താ ഏത് തരത്തിലാണെങ്കിലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലൊരു ഒരു ധൈര്യത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോ ഈ ആണുങ്ങൾ ധൈര്യം കാണിക്കുന്നത് എന്തോ മാസാണെന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു രീതിയുണ്ട്. അപ്പോ ആ ഒരു കാര്യത്തിനെയും തന്നെ ഒരു പൊളിച്ചടക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് താങ്കളുടെ ഒരു അപ്രോച്ച്. അപ്പോ ഉം. ശരിക്കും ഒരു ഭയം എങ്ങനെയാണ്, എന്താണ് അങ്ങനെ ഉണ്ടായത് താങ്കൾക്ക്? ഭയപ്പെടേണ്ട കാര്യമുണ്ടല്ലോ. അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ബാക്കപ്പ് ഒക്കെയുള്ള ആഹ്, അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിന്ന് ഞാനൊരു സാധാരണ എന്താ പറയാ, അതായത് നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലത്തെ സാധാരണക്കാരനല്ല. സാമ്പത്തികമായി ഞാൻ അത്ര ഉയർന്ന നിലയിലുള്ള ആളൊന്നുമല്ല. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ കോൺടാക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിലും നമ്മളെ സഹായിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഒരു വലിയ ബാക്കപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതൊക്കെയുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോൺ കോൾസ് ഒക്കെ വരുന്നത് അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു വീഡിയോയിൽ. നാളെ ഇതിന്റെ കേസിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ അതിനോടൊപ്പം പറയാമെന്ന് വെച്ചിട്ടാണ്. ഒരു 10:15 മുതൽ 12:40 ആ ഒരു സമയം വരെയൊക്കെ എനിക്ക് ഫോൺ കോൾസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ കേട്ട ആ ഫോൺ കോൾസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോളിൽ മുഴുവൻ ചോദിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന ഒരാള് എന്നെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുക? പിന്നെ നമ്മുടെയൊക്കെ വീടും അഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ മീഡിയക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഞാനത് ഈ ഫോൺ കോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഒരു കമ്പനിയില്ല. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ കോവിഡിന്റെ സമയത്ത് എൻ്റെ അളിയനൊന്ന് പുറത്തു പോയപ്പോൾ പുള്ളിനെ പോലീസ് പിടിച്ചു വെച്ച് അങ്ങനെ സ്റ്റേഷനിൽ പോയി ഒന്ന് വിളിച്ചോണ്ട് വന്നു എന്നുള്ളതിനപ്പുറത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കയറിയിട്ടുള്ള ഒരാളല്ല. അപ്പം കാര്യം നമ്മൾ വീഡിയോസിലൂടെയും പറയും പോലീസുകാരെ പേടിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു 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 ഭയപ്പാട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ രാത്രി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വയ്യ. അപ്പം ഞാൻ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഞാൻ കമ്മീഷണർക്കും എളമക്കര സ്റ്റേഷനിലൊക്കെ ആയിട്ട് ഇമെയിൽ കംപ്ലയിന്റ് ടൈപ്പ് ചെയ്യാണ്. ആ കംപ്ലയിന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പുറത്ത് ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുണ്ടാക്കുന്ന ഒരു പ്രഷറുണ്ട്. അതായത് വെളുപ്പിനൊരു 4 മണി 5 മണി വരെ ഞാനിങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? എൻ്റെ അഡ്രസ്സ് കിട്ടുമോ? വീട്ടിൽ വരുമോ? ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നീട് ഈ കംപ്ലയിന്റ് കൊടുത്ത്, അതായത് ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ചയല്ല, ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് കംപ്ലയിന്റ് കൊടുത്ത് അതിന് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഒരു ധൈര്യം കിട്ടുന്നത്. അതായത് ഇതിപ്പോ പൊതുജന ശ്രദ്ധയിലുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാൻ 10 പേരെങ്കിൽ 10 പേരുണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യം. അതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് വിളികൾ വരുന്നതും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതും. അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടാവുമ്പോ വാ മച്ചാനെ എല്ലാരും വാ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അതിനെയൊക്കെ നേരിടാൻ വേണ്ടി ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്റെ സൗഹൃദങ്ങൾ അങ്ങനെയുള്ളതല്ല. അത് മാത്രമല്ല എനിക്ക് അങ്ങനെ ഒരു കാര്യം ഡീൽ ചെയ്യണമെന്നില്ല. എന്താ പറയാ, ഇപ്പൊ ഇതിന് എന്ന് ശേഷമാണ് വെച്ചാൽ തല്ലിനെ തല്ലുകൊണ്ട് നേരിടാം ആ ഒരു രീതിയില്ല. ഞാൻ അതിന് പറ്റിയ ഒരാളുമല്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല. ഇപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച സമയത്തും ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് ഇത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. എനിക്ക് എന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കൊടുത്തിട്ട് ഇപ്പൊ ഒരാഴ്ചയാവുന്നു. അപ്പൊ ഈ ഒരാഴ്ചയ്ക്കുള്ളിലുള്ള നടപടികൾ എന്ന് പറയുന്നത് ജസ്റ്റ് സംസാരിച്ചു എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പം ചിലപ്പോൾ പോലീസുകാർക്ക് ഇത്തരം ഒരുപാട് കംപ്ലയിന്റുകൾ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവർക്ക് അറിയായിരിക്കും ഇതിനെ തുടർന്ന് പിന്നീട് അയാളെ ആക്രമിക്കാനൊന്നും വരൂല. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇത് എനിക്കുണ്ടാക്കുന്ന ഒരു മാനസികാഘാതമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്കിത് പോലീസുകാർ മാത്രം അറിഞ്ഞ് പോകേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചത് നമ്മളൊക്കെ അങ്ങനെയല്ല. നമ്മളൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും 4 പേര് ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല ആ വീഡിയോയിലും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനത് വീണ്ടും കേൾക്കുമ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പേടി ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തല്ലി തീർക്കാനാണെങ്കിൽ
വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇപ്പൊ എന്നെ എത്രയോ പേര് വിളിച്ച് ചോദിച്ചു, "ബ്രോ ഞങ്ങള് വരട്ടെ?" എന്നൊക്കെ അങ്ങനെ അങ്ങനെ അല്ലല്ലോ. നമ്മൾ ഈ നാട്ടില് സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പം എന്റെ സമാധാനത്തിനെ ഒരാള് ബുദ്ധിമുട്ടിച്ചു. ഞാൻ അയാളുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് അയാളെ ആക്രമിക്കുക, അയാളുടെ വീട്ടുകാരെ പറയുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്ന് പറയാൻ അത് അതല്ലല്ലോ അതിന്റെ രീതി. നമുക്കിവിടെ ഒരു നിയമ സംവിധാനം ഉണ്ടല്ലോ. അതുവഴി പോയി നോക്കുക എന്നുള്ളതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ്. പേടി ഓഫ് കോഴ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 10, 15 ഇടിയൊന്നും കൊള്ളാൻ പറ്റുന്ന ആളൊന്നും അല്ല. യെസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.